ജനവികാരം 2020യോടൊപ്പമാണെന്ന് തിരിച്ചറിഞ്ഞ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും കൂടി കണ്ണൂർ സ്റ്റൈലിൽ കുന്നത്തുനാടിൽ എല്ലാ പഞ്ചായത്തുകളും അക്രമം അഴിച്ചുവിടുക, അതായിരുന്നു പദ്ധതിയിട്ടിരുന്നത്. വളരെ അപ്രതീക്ഷിതമായിട്ടാണ് 10 റിട്ട് ഹർജികൾ സമർപ്പിച്ചതും അതിനെല്ലാം ഉത്തരവുണ്ടായതും ക്യാമറ നിരീക്ഷണം ഏർപ്പെടുത്തിയതും. അവസാനം അവർ ഈ വ്യാപകമായിട്ടുള്ള അക്രമത്തിന് പകരം പാർട്ടിയുടെ അധ്യക്ഷൻ ഞാൻ വോട്ട് ചെയ്യുന്ന ബൂത്തിൽ ചെല്ലുമ്പോൾ ആക്രമിക്കുക, അങ്ങനെ ഒരു ഭീകര അന്തരീക്ഷം ഇവിടെ സൃഷ്ടിച്ചു കഴിയുമ്പോൾ വ്യാപകമായിട്ട് ആളുകൾ വോട്ട് ചെയ്യാൻ ഭയപ്പെടും. അങ്ങനെ തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കാനായിട്ടുള്ള വേറൊരു വലിയൊരു ഗൂഢാലോചനയാണ് കഴിഞ്ഞ ദിവസം നടന്നത്. എന്തുകൊണ്ടോ ഭാഗ്യമെന്ന് പറയാം, ഞാൻ രാവിലെ വോട്ട് ചെയ്യാനായിട്ടിരുന്നതാണ്. ബൂത്തിലെ തിരക്ക് കാരണം അത് മാറ്റിവെച്ച് വൈകുന്നേരമായി. അല്ലെങ്കിൽ ഇന്നലെ രാവിലെ ഞാൻ വോട്ട് ചെയ്യാൻ ചെല്ലുന്ന സമയത്ത് എന്നെ ആക്രമിക്കാനായിട്ട് അതിനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും അതിനു വേണ്ടിയിട്ട് പുറമേ നിന്നുള്ള മറ്റ് ബൂത്തുകളിൽ നിന്നുള്ള അവരുടെ ചാവയർ സംഘത്തിനെ തന്നെ തയ്യാറാക്കി നിർത്തിയിരിക്കുകയായിരുന്നു. ഞാൻ തിരക്കെല്ലാം കഴിഞ്ഞ് 4:30 ചെല്ലുന്ന സമയത്ത് ഒരാൾ പോലും ആ ബൂത്തിലുണ്ടായിരുന്നില്ല. എൻ്റെ കുടുംബം ഞങ്ങൾ മാത്രമല്ലാതെ ആരും അവിടെ ഉണ്ടായിരുന്നില്ല. അവിടെ ക്യൂ നിൽക്കേണ്ടതായിട്ടുള്ള ആവശ്യമേ വന്നിട്ടില്ല. ഞങ്ങൾ ഓരോരുത്തരായിട്ട് വോട്ട് ചെയ്യാനായിട്ട് അകത്ത് കയറിയപ്പോൾ തന്നെ അവിടുത്തെ സ്ഥാനാർത്ഥി ഇവിടുത്തെ കോൺഗ്രസ് നേതാവുമായിട്ടുള്ള ശ്രീനിജൻ്റെ അനുയായി, കോൺഗ്രസ് നേതാവാണെങ്കിലും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മുതലേ ഇവർ തമ്മിൽ കൂട്ടുകച്ചവടമാണ്. കൂടിയിട്ട് അതിനകത്ത് തന്നെ പ്രകോപനം സൃഷ്ടിക്കാനായിട്ട് ഉച്ചത്തിൽ സംസാരിക്കുകയും ഞങ്ങളെ അധിക്ഷേപിക്കുന്ന രീതിയിലും വർത്തമാനം തുടങ്ങി. അപ്പോൾ വോട്ട് ചെയ്യുന്ന സമയത്ത് പോലും നമുക്ക് സമാധാനപരമായിട്ട് വോട്ട് ചെയ്യാനായിട്ടുള്ള അവസരമൊരുക്കിയില്ല എന്നുള്ളതാണത്. അപ്പോൾ പ്രകോപനം സൃഷ്ടിച്ച് അവിടെ ഒരു പ്രശ്നം സൃഷ്ടിക്കുക എന്നുള്ളതായിരുന്നു അവരുടെ ലക്ഷ്യം. വോട്ട് ചെയ്ത് പുറത്തേക്ക് വരുന്ന സമയത്ത് ഞാൻ ഒരു മാധ്യമങ്ങളെയും ഞാൻ വിളിച്ചു വരുത്തിയിട്ടില്ല. മാധ്യമങ്ങളായിട്ട് വന്നതാണ്. അവർ എന്നോട് തെരഞ്ഞെടുപ്പിനെ പറ്റി ചോദിച്ചു. അവിടെ വലിയൊരു സംഘർഷമുണ്ടാക്കി. നമുക്കറിയാം, എല്ലാ മാധ്യമ പ്രവർത്തകർക്കും ഇപ്പോൾ കിഴക്കമ്പലത്ത് മാത്രമല്ല, കേരളത്തിലല്ല, ലോകത്തിലെമ്പാടും ഏതെങ്കിലും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ വ്യക്തികൾ, സിനിമാ സെലിബ്രിറ്റികൾ, അല്ലെങ്കിൽ ഏത് മേഖലയിലുള്ളവരായിക്കോട്ടെ, പ്രധാന വ്യക്തികളുടെയൊക്കെ തിരഞ്ഞെടുപ്പിന് ശേഷം അവരുടെ അഭിപ്രായം ചോദിക്കുന്നത് മാധ്യമങ്ങളുടെ ഒരു പതിവാണത്. അതിനു വേണ്ടിയിട്ടാണ്, അതിനകത്ത് പ്രവേശിക്കാനും ഇങ്ങനെയുള്ള കാര്യങ്ങൾ റെക്കോർഡ് ചെയ്യാനുമായിട്ടാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ അവർക്ക് നിയമപരമായിട്ടുള്ള പാസ് കൊടുക്കുന്നത്. അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അവർക്കൊരു പാസ് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ആ പാസുമായിട്ട് അകത്ത് കയറുന്നവരെ തന്നെ ആക്രമിക്കുന്ന ഒരു രീതിയിലേക്ക് ഇന്നലെ മാറി.